ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എന്റെ വീഡിയോസ് ലേഡീസിന് വേണ്ടിയുള്ളതാണ്, എന്റെ ലേഡീസ് വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ അമ്മമാരുടെ സാരി, നമ്മൾ യൂസ് ചെയ്യാത്ത സാരി, ഇതൊക്കെ നമ്മുടെ കബോർഡിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് മനോഹരമായ ടോപ്പുകളോ കുർത്ത സെറ്റോ ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് എ-ലൈൻ മോഡലിന്റെ ഇതാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോഴത്തെ എല്ലാ എ-ലൈൻ ഡിസൈൻസ് ആണ്. ഈ എ-ലൈൻ ഡിസൈൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് കൂടുതൽ വേണ്ടതാണ്. സാരി ആകുമ്പോൾ 6 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അവിടെ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന പൈസയും സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടൈലറിനെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കുമ്പോൾ സ്റ്റിച്ചിങ് ചാർജ് മാത്രം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കൂടുതലും എല്ലാവർക്കും വീട്ടിൽ തന്നെ മെഷീനും ഒരുപാട് പേർക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീട്ടിലുള്ള സാരീസ് ഒക്കെ യൂസ് ചെയ്യാത്തൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് അങ്ങനെ ചെയ്തിടുക. ഇന്ന് ഞാൻ ഈ ഇട്ടുകൊണ്ട് വന്നേക്കുന്ന ഡ്രസ്സ് ഒരു സാരി വിട്ട് തയ്ച്ചാണ്. ഇതെന്റെ അമ്മയുടെ ചേച്ചിയുടെ സാരിയായിരുന്നു. ആള് മരിച്ചു പോയി കഴിഞ്ഞ് ആളുടെ അലമാരിയിൽ നിന്ന് എന്റെ ചേച്ചി എനിക്ക് എടുത്തു തന്നെയാണ്. അങ്ങനെ ഈ ഒരു സാരിയിൽ നിന്ന് ഞങ്ങൾ 2 ടോപ്പ് തയ്ച്ചു. ഒരെണ്ണം നോർമൽ ടോപ്പും ഒരെണ്ണം ഞാൻ ഇന്ന് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ഇതൊരു അനാർക്കലി മോഡലാണ് ഈ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഈ ഇത്രയും നല്ല ഫ്ലെയറിലാണ് ഇത് ചെയ്തേക്കുന്നത്. അങ്ങനത്തെ ഒരു മോഡൽ ഫുൾ കൈ വെച്ചിട്ടാണ്. ഫുൾ കൈ വെച്ചിട്ട് എൻഡിൽ ഇങ്ങനെ ചുരി ബോട്ടം കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ചുരി ബോട്ടം അല്ല, ചുരി ഹാൻഡ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് നാട്ടിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത്. 600 രൂപയ്ക്കാണ് ഇത് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നത്. ഇതിന്റെ കൂടെ ഞാൻ ഇന്ന് പെയർ ചെയ്തേക്കുന്നത് ഈ ബ്ലാക്ക് കളറിലെ ഒരു ഇതാണ്. ഇത് 30 രൂപയ്ക്ക് നാട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. ഇതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് ചില ഡ്രസ്സിന്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാലോ എന്ന് എഴുതിയിട്ടെടുത്തത്. വെസ്റ്റേൺ ഡ്രസ്സിന്റെ കൂടെ അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടെടുത്തത്. അപ്പൊ എന്റെ വ്യൂവേഴ്സ് എന്താ ചെയ്യേണ്ടത്, ഫീമെയിൽ വ്യൂവേഴ്സ് നമ്മുടെ അമ്മമാരുടെ സാരിയൊക്കെ ഉണ്ടെങ്കിൽ കോട്ടൺ സാരിയോ ഏത് സാരിയായാലും കുഴപ്പമില്ല, ആ സാരിക്ക് പറ്റുന്ന മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻ നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ. ആ സാരിയുടെ മെറ്റീരിയലും ആ സാരിയുടെ കളറും അത് നോക്കിയിട്ട് നമ്മൾ മാച്ചിങ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തയ്പ്പിച്ചാൽ മതി. നല്ല ഭംഗിയായിരിക്കും അപ്പൊ കാണാൻ. വെറുതെ അലമാരിക്കകത്ത് പൊടി പിടിച്ച് പോകുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. പിന്നീട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കണമെങ്കിൽ തന്നെ നല്ല പൈസയുണ്ട്. ഇത് നമ്മുടെ ബോഡിയുടെ ഫിറ്റിങ്ങിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുകയും ചെയ്യാം. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മുമ്പോട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.